പക്ഷെ ഇതേമാതിരി ഒരു ഇച്ഛാശക്തി ഇല്ല ഗവൺമെന്റിനെ നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത്. 10-60 വർഷമായി ഞാൻ നഷ്ടപ്പെട്ടവർക്ക് ഇതുപോലൊരു അവർക്ക് വേണ്ടിയിട്ടൊരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം, അവരെ കൂടെ പങ്കുചേരുന്നതിലൊരു സന്തോഷം. എന്താണ് ഭയങ്കര സന്തോഷം തന്നെ. 50 വയസ്സായി. ഞാൻ ഒരു 5-6 മുഖ്യമന്ത്രിമാരെ ഭരണത്തിന്റെ ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു 10 വർഷമായി ഇപ്പോൾ സഖാവ് പിണറായി വിജയൻ മരിക്കുന്നത്. ഒരു സംഗതി ഏറ്റാൽ അത് ഏറ്റമാതിരി തന്നെ. പാർക്ക് മറ്റുള്ള സംഭവങ്ങളൊക്കെ ഒരുക്കി, ആശുപത്രി അടക്കം ഒരുക്കിയിട്ട് അത്തരം രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം ശരിക്കും എല്ലാ സർക്കാരുകളും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ നോക്കിക്കാണേണ്ടതാണ്. ദുരന്തത്തിലൊക്കെ പെട്ടുപോയ ആളുകൾ അവർ തന്നെ ഇല്ലാതായി പോകുന്നിടത്ത് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ഗവൺമെന്റിന് കൊടുക്കാൻ കഴിയുന്നതിലേക്ക് വെച്ച് ഏറ്റവും മികച്ച മാതൃകകൾ ഇത് ഈ ഗവൺമെന്റിനെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായത് കൊണ്ടാണ് ഇത്രയും വലിയൊരു ടൗൺഷിപ്പ് ഇവിടെ പുനർനിർമ്മിക്കാൻ കഴിഞ്ഞത്. ഇത്തരം ഒരു പ്രകൃതി ദുരന്തം സംഭവിച്ച ആ കുടുംബത്തിന് ചേർത്ത് പിടിച്ച സർക്കാരിനും അതുപോലെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഞങ്ങളുടെ അഭിനന്ദനം. ഇന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസമാണ്. വളരെ സന്തോഷം. എന്താ വെച്ചാൽ ഇത്രയും ഒരു അപകടത്തിൽ നിന്ന് ഇപ്പം വീടും കാര്യങ്ങളൊക്കെ പോയവർക്ക് ഇങ്ങനെ ഒരു വീടും സംഭവം കൊടുക്കാൻ പറ്റിയത് ഇത് കേരളത്തിന് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു മാതൃകയാണ്. പാവപ്പെട്ട ആളുകളായി നിൽക്കുന്ന ആളുകൾക്ക് കൈത്താങ്ങാകുക എന്നുള്ളതാണ് സർക്കാരുകൾ ചെയ്യേണ്ട ജോലിയായി ചെയ്തിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് തന്നെയാണ് 100% അത് തന്നെയാണ് ചെയ്തത്. ശരിക്കും ടൗൺഷിപ്പ് എന്ന് പറയുന്നതിന് എല്ലാ അർത്ഥത്തിലുമായി എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് തന്നെയാണ് ടൗൺഷിപ്പ് എന്ന് പറയുന്നത്. ഇതിനും ഒരു മാതൃകയില്ല. മറ്റൊരു മാതൃക ഇവിടെ കേരളത്തിനോ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിനോ ഇതുപോലെയുള്ളൊരു മാതൃകയില്ല. അനക്സ് കെട്ടിടത്തിന്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റൽ ഇങ്ങോട്ട് വരും, അതുപോലെ തന്നെ GLP സ്കൂള് വരും. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വലിയ രീതിയിലുള്ള ഒരു കൈത്താങ്ങായി ഈ ഒരു സർക്കാർ നിന്നതിൽ വലിയ അഭിമാനം തോന്നുന്നു. ഞങ്ങളൊരു സ്വപ്നമായിരുന്നു വീട്. ഞങ്ങൾ വീട് കെട്ടുന്ന ഞങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നില്ല. പക്ഷെ ഇത്രയും ചെയ്തു തന്നതിന് മന്ത്രിക്കും എല്ലാവർക്കും, നാട്ടുകാരെ ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും നമസ്കാരം. പീപ്പിൾ വോയിസ് കേരളയിലേക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് കൽപ്പറ്റ ടൗൺഷിപ്പിലാണ്. ചുരൽമലയിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് 178 വീടുകളാണ് ഇന്ന് കൈമാറിയത്. പിണറായി സർക്കാർ വാക്ക് പാലിച്ചു. ഇനി ജനങ്ങൾ പറയട്ടെ. ഞാനീ പറഞ്ഞു മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. ഇവിടെ പിന്നെ ഇത്തരം ഒരു ഗവൺമെൻറ്, ഇതിന് എത്രയോ ഗവൺമെൻറ്റുകൾ നമ്മൾ വന്നു പോയിട്ടുണ്ട്. ഇവിടെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്, VS സത്യനാരായണ ഗവൺമെൻറ്, അതിൻ്റെ മുമ്പുള്ള എല്ലാ ഗവൺമെൻറ്റും പറയാം. ഇടതുപക്ഷ വലതുപക്ഷ ഗവൺമെൻറ്റുകളൊക്കെ പറയാം. പക്ഷേ ഇതേമാതിരി ഒരു ഇച്ഛാശക്തി ഇല്ല ഗവൺമെൻറ്റിനെ നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത്. 10-60 വർഷമായി ആ വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗവൺമെൻറ് ചെയ്യുന്നത്. ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ് ചെയ്യുന്നില്ലത് ചെയ്ത് കാണിച്ച്, പറഞ്ഞത് ചെയ്യുന്നില്ലൊരു ഗവൺമെൻറ്റാണ് ചെയ്ത് കാണിച്ചത്. അതുപോലെ നമ്മൾ മലയോര ഹൈവേ, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, തീരദേശ ഹൈവേ കൊണ്ടുവരുമെന്ന് പറഞ്ഞു ഈ ഗവൺമെൻറ്. അത് കൊണ്ടുവന്ന് പിന്നെ അതേമാതിരി നമ്മൾ കൊല്ലത്ത് ഇല്ല കപ്പൽ അത് കൊണ്ടുവന്നു. വിഴിഞ്ഞം പദ്ധതി അത് പ്രാവർത്തികമാണ്. പറയുന്നത് അതൊക്കെ കുറിച്ചൊക്കെ സംസാരിക്കാം, ജനങ്ങൾക്ക് അറിയുന്നതാണ്. ഞാൻ പറയുന്നത് ഒരു ടൗൺഷിപ്പ് എന്ന് പറയുന്ന രീതിയിലേക്ക്, നല്ല രീതിയിലേക്കാണ് ഒരു ഫ്ലാറ്റിൽ ജീവിക്കുന്ന അതേ ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഇവിടെ നാളെ വരാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു പ്ലാനിങ് കണ്ട് എനിക്ക് മനസ്സിലാവുന്നത് പല വീടുകളും പണി കഴിഞ്ഞിട്ടില്ല, പല വീടുകളൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു ഫ്ലാറ്റ് ജീവിതം എങ്ങനെയാണ്, ഇന്നത്തെ ലക്ഷറി ജീവിതം എങ്ങനെയാണ്, അതേ രീതിയിലേക്ക് പാർക്ക് ഒരുക്കി, മറ്റുള്ള ആശുപത്രികൾ ഒരുക്കി, വലിയ രീതിയിലേക്കുള്ള ഒരു സെറ്റപ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറയാ? അതെ, അത് ഇത് പറഞ്ഞ ഗവൺമെന്റ് അത് ചെയ്യുന്നില്ലത് ജനങ്ങൾക്ക്, ഈ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഉറപ്പാണ്. ഇത് ചെയ്യാൻ പറ്റുന്ന ഗവൺമെന്റ് ഇന്ന് ടാർപ്പായെല്ലാം വിരിച്ചിട്ടല്ലേ ഈ ഗവൺമെന്റ് ഈ വീടുകളൊക്കെ ഉണ്ടാക്കിയത് മഴക്കാലത്ത്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഈ ഗവൺമെന്റ് ചെയ്യുന്നില്ലതിൻ്റെ ഇതിപ്പോൾ ഗവൺമെന്റ് ഒരു കാര്യം, പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ആ വ്യക്തി ഞാൻ പറഞ്ഞത് പാർട്ടിയല്ല, ആ വ്യക്തി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നില്ല 100%. നമുക്കറിയാം, ഒരു ഫ്ലാറ്റിൽ കിടന്നുറങ്ങുന്ന പോലെ ആ രീതിയിലേക്ക് നല്ല സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ, അതുപോലെ തന്നെ പാർക്കുകൾ, മറ്റെല്ലാം ഒരുക്കിയിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത്? തീർച്ചയായും ഇത് കേരളത്തിന് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു മാതൃകയാണ്. നമുക്കറിയാം, ഈ ടൗൺഷിപ്പിനെ കുറിച്ചൊക്കെ പുറത്ത് ധാരാളം കള്ളപ്രചരണങ്ങൾ നടക്കുമ്പോൾ ഇത് നേരിട്ട് വന്ന് കാണേണ്ടതാണ്. ഇത് കേരളം പല കാര്യങ്ങളിലും ഇന്ന് ലോകത്തിന് മാതൃകയായ രൂപത്തിൽ ഒരു ദുരന്തത്തെ എങ്ങനെ ലോക മാതൃകയിൽ അതിജീവിക്കാമെന്നുള്ളതിൻ്റെ പാഠമാണ് ഇവിടെ ഈ ഗവൺമെൻറ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ ഓരോരുത്തരും ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊരു LDF ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് നടപ്പിലായതെന്ന് ഇവിടെ വന്ന് ഇത് കാണുന്ന ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു ദുരന്തത്തിൽ അതിജീവിച്ച്, സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പല ദുരന്തങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ദുരന്തത്തിലൊക്കെ പെട്ടുപോയ ആളുകൾ അവർ തന്നെ ഇല്ലാതായി പോകുന്നിടത്ത് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട്
ഒരു ഗവൺമെന്റിന് കൊടുക്കാൻ കഴിയുന്നതിലേക്ക് വെച്ച് ഏറ്റവും മികച്ച മാതൃകകൾ ഇത് ഈ ഗവൺമെന്റിനെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ പദ്ധതിയുമായി ഈ കേരളത്തിൽ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ഇവിടുത്തെ UDF ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ UDF എന്താ പ്രചരിപ്പിച്ചത്? ഇതൊരു തട്ടിപ്പാണെന്നും ഈ പദ്ധതിക്കെതിരായി എല്ലാവരും തുരങ്കവും വെച്ച് മുന്നോട്ട് പോയപ്പോൾ ഗവൺമെന്റ് അതൊന്നും മുഖവിലേക്കെടുത്തില്ല. അവർ ഇച്ഛാശക്തിയോടെയുള്ള ഒരു തീർച്ചയായും ഇന്ന് ഈ ടൗൺഷിപ്പിന്റെ ഭാഗങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. വലിയ രീതിയിലേക്കുള്ള നല്ല വീടുകളാണ് ഒരുക്കിയിട്ടുള്ളത്. നല്ല രീതിയിലേക്ക് ഒരു മനുഷ്യന് ആവശ്യമുള്ള ഇന്നത്തെ കാലത്ത് ആവശ്യമുള്ള എല്ലാവിധ ഫെസിലിറ്റികളും ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക ഞാൻ. തീർച്ചയായും ഇത് തന്നെയാണ് ഈ നാട്ടിൽ ജനങ്ങൾ അറിയേണ്ടത്, ലോകം അറിയേണ്ടുന്ന ഒരു കാര്യമാണ്. ഇത്ര മനോഹരമായി കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് ഒരു ദുരന്ത ബാധിതരെ ചേർത്ത് നിർത്തി അവരെ പുനരുദ്ധരിപ്പിക്കുന്ന ടൗൺഷിപ്പ് എന്ന് പറയുന്നത് ലോകത്തിന് മാതൃകയാണ്. ഇത് തീർത്ത ഈ കേരളത്തിലെ LDF ഗവൺമെന്റിനെ 1000 അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഈ ജനങ്ങളുടെ ഒരു തീർച്ചയായും ജനങ്ങളുടെ എല്ലാ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതിമത ചിന്തകൾക്ക് അതീതമായി ഈ ജനങ്ങളുടെ ഒരു പിന്തുണ ഈ ഗവൺമെന്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്ന് വലിയ രീതിയിലേക്കുള്ള സന്തോഷത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത് അല്ലേ? ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസമാണ്. കാരണം വെച്ചാൽ ഈ മുണ്ടക്കൈ ചൂരൽമല നിവാസികൾക്ക് ഇന്ന് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ്. കാരണം എല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് ഇന്ന് മുഖ്യമന്ത്രി, കേരളത്തിന്റെ ബഹുമാന്യനായ ആരാധ്യനായ മുഖ്യമന്ത്രി എല്ലാ 178 കുടുംബങ്ങൾക്ക് വീട് കൊടുക്കുന്നതിൽ വളരെ സന്തോഷം. ആ സന്തോഷത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രദേശത്തെ ആബാലവൃദ്ധം ജനങ്ങളുടെ പ്രതിനിധീകരിച്ച് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷ ഗവൺമെന്റിനും എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ ഞങ്ങൾ നേരുകയാണ്. വലിയ രീതിയിലേക്കുള്ള ഫെസിലിറ്റീസ് ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അല്ലേ? നല്ല രീതിയിലേക്കുള്ള ടൗൺഷിപ്പ് എന്ന് പറയാവുന്ന രീതിയിലേക്കുള്ള ടൗൺഷിപ്പ് എന്ന് പറയുന്നത് എന്താണോ അത് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഒരു ടൗൺഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമ്മളെ മറ്റ് ടൗണുകളെക്കാൾ നിന്ന് വ്യത്യസ്തമായ ഒരു ടൗൺഷിപ്പ് തന്നെയാണ്. കാരണം ഏതൊരു കുടുംബത്തിൽ നേരം വെളുത്തു കഴിഞ്ഞാൽ നമുക്ക് പരസ്പരം കാണുകയും നമ്മുടെ വിഷമതകൾ വേദനകളൊക്കെ തന്നെ മാറ്റാൻ കഴിയുന്ന ഒരു രീതിയിലുള്ള ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു പൂക്കളും പൂന്തോട്ടങ്ങളും അതുപോലെ തന്നെ എല്ലാവർക്കും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നേരം വെളുത്തു കഴിഞ്ഞാൽ മുഖത്തോട് മുഖം നോക്കി എണീക്കാൻ കഴിയുന്ന ഒരു നല്ല സന്തോഷ ദിനം ഓരോ ദിവസവും കിട്ടുന്ന രീതിയിലുള്ള ഒരു മാതൃകയിലാണ് ഈ ടൗൺഷിപ്പ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത ടെക്നിക്കൽ വിങ്ങിന്റെ ഏറ്റവും നല്ല ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ രൂപപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കൽപ്പറ്റ ടൗൺഷിപ്പിന്റെ വീടൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് കൊണ്ടോട്ടി സഖാക്കൾ അല്ലേ? കൊണ്ടോട്ടിയിൽ നിന്ന് വന്ന ആളുകളാണ് നിങ്ങളല്ലേ? എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് നിങ്ങൾക്ക്? വളരെ സന്തോഷമുണ്ട്. നമ്മൾ നാടൊന്നാകെ ഒരു വിറങ്ങലിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് നേടിയ ഒരു ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനത്തിലെ അഭിമാനമായ ഒരു രംഗം കാണാൻ വേണ്ടിയിട്ടും ഇതിന്റെ ഭാഗമാവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൊണ്ടോട്ടിയിൽ വന്നിട്ടുള്ളത്. ഇത്രയേറെ ഒരു ടൗൺഷിപ്പ് എന്ന് പറയുന്നതിന് യാഥാർത്ഥ്യം കുറിക്കുക എന്ന് പറയുന്നത് വലിയ രീതിയിലേക്ക് സർക്കാരുകളുടെ മുന്നിലുള്ള വലിയൊരു ചോദ്യചിഹ്നമാണ്. അത് പ്രാവർത്തിയാക്കിയിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? സർക്കാരിന്റെ ഇച്ഛാശക്തി, പിന്നെ അതിനെ നേരിട്ട രീതി, ഇതൊക്കെ തന്നെയാണ് ഇത്ര പെട്ടെന്ന് ഇത്രയും നമ്മൾക്ക് ഇവിടെ കാണാമല്ലോ. ആ ഒരു ഇതിൽ അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, പറയാം, നിങ്ങളുടെ ഒരു അഭിപ്രായം പറയാം. ഇതൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവൂല ആൾക്കാർ എത്രത്തോളം ഇതിന് ഏറ്റെടുക്കുന്നത്. ഞങ്ങൾ തന്നെ ഇപ്പോൾ കൊണ്ടോട്ടിൽ നിന്ന് വരാൻ കാരണം എന്താ വെച്ചാൽ നമ്മളിത് കാണാന്നുള്ളത് നമ്മൾ കുറേ കാലം മുമ്പ് തന്നെ വരാന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. നമുക്ക് ഇപ്പോഴാണ് പറ്റിയത്. സംഭവത്തിൽ അടിപൊളിയാണ്. ഓക്കെ, നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്താ പറയാം? ഇത്ര പെട്ടെന്ന് സമയബന്ധിതമായി തന്നെ പരിപാടി തീർത്തു. പിന്നെ ഇത്രയും വലിയൊരു ടൗൺഷിപ്പ് ഇത്രയും പേർക്കുള്ള വേറെ നാട്ടിലും ഇത് കണ്ടിട്ടില്ല. അപ്പം ഗവൺമെന്റ് ഇച്ഛാശക്തി തന്നെ ഇതിന് ഏറ്റവും വലിയ കാരണം. പിന്നെ ഈ ഒത്തൊരുമയും ഈ ആൾക്കാരുടെ എല്ലാവരുടെയും ഈ ഇത്രയും ജനങ്ങൾ കണ്ടാൽ തന്നെ അറിയാം. ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മൾ 6 മണി വീട്ടിൽ നിന്ന് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇത്രയും ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒത്തൊരുമ തന്നെയാണ്. നമുക്ക് ബാക്കിൽ ഒരുക്കിയിരിക്കുന്ന ഒരു പാർക്കാണ് അല്ലേ? ഇപ്പോൾ നമുക്ക് എന്താണ് ഈ കാലഘട്ടത്തിന് വേണോ ആ സംഭവങ്ങൾ ഒരുക്കിയിട്ടാണ് ശരിക്കും ഇത് നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ? എന്താണ് ഈ കാലഘട്ടത്തിന് വേണം? ഒരു ഫ്ലാറ്റ് ജീവിതം, ഒരു ലക്ഷറി ഫ്ലാറ്റ് ജീവിതം എങ്ങനെ നയിക്കുന്നു അതേ രീതിയിലേക്കാണ് ഇത്തരം രീതിയിലേക്ക് നയിച്ചിട്ടുള്ളത് അല്ലേ? ഈ സർക്കാർ ശരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ഒരുക്കി കൊടുക്കുന്ന ഒരു വീടാണുള്ളത്. അതെ, അതിലിപ്പോൾ സ്കൂളുകളുണ്ട്, കമ്മ്യൂണിറ്റി സെന്ററുകളുണ്ട്, അങ്ങനെ എല്ലാ ഒരു അത്യാവശ്യ നഗരം എങ്ങനെയാണോ വേണ്ടത് അതേമാതിരി തന്നെയാണ് ഇപ്പോൾ ഇവർക്ക് വേണ്ടി ഗവൺമെന്റ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. വലിയ സന്തോഷത്തിലാണ് ഇവിടെ വന്ന് കണ്ടപ്പോൾ. എന്താ പറയുക, മനസ്സ് നിറഞ്ഞുപോയി. സർക്കാരിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല, അത്രയും അധികം സന്തോഷം. ഓരോ എന്താ പറയുക, ചുരൽമല മുണ്ടക്കൈ ആ ഭാഗത്തുള്ള ജനങ്ങൾ ഒത്തൊരുമിച്ച് തന്നെ ഇവിടെ താമസിക്കുമെന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മുടെ കേരള സർക്കാരിന്റെ അതുപോലെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ചേർന്നുകൊണ്ട് ഇത്തരം ഒരു പ്രകൃതി ദുരന്തം സംഭവിച്ച ആ കുടുംബത്തിന് ചേർത്ത് പിടിച്ച സർക്കാരിനും അതുപോലെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഞങ്ങളുടെ അഭിനന്ദനം.
ഒരു ആരുമില്ലാത്ത ആളുകളെ ചേർത്ത് പിടിക്കുക എന്ന് പല സർക്കാരുകളും വിചാരിക്കുന്ന സംഭവമാണ്. പലപ്പോഴും അത് പെട്ടെന്ന് ആവാത്ത രീതിയിലേക്കൊക്കെ പോകാറുണ്ട്. പക്ഷേ ഇന്നിവിടെ ഒരു ടൗൺഷിപ്പ് ഒരുക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ? പറയാം. അതെ, ടൗൺഷിപ്പ് ഒരുക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഈ അപാലവൃദ്ധ ജനങ്ങളും ഈ പരിപാടിയെ അഭിനന്ദനം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇനിയും സർക്കാരിന് ഇത്തരം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും കേരളത്തിനെ ഉയർത്തിക്കൊണ്ടുവരാനും ഇതുപോലുള്ള അശരണരായിട്ടുള്ള ആൾക്കാരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും കഴിയട്ടെ എന്നാണ് പറയാനുള്ളത്. എന്താണ് ഭയങ്കര സന്തോഷം തന്നെ. 50 വയസ്സായി. ഞാൻ ഒരു 5-6 മുഖ്യമന്ത്രിമാരെ ഭരണത്തിന്റെ ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു 10 വർഷമായി ഇപ്പോൾ സഖാവ് പിണറായി വിജയൻ മരിക്കുന്നത്. ഒരു സംഗതി ഏറ്റാൽ അത് ഏറ്റമാതിരി തന്നെയാണ്. ഇതന്നെ കണ്ടില്ല നിങ്ങൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഇങ്ങനത്തെ ഒരു സംവിധാനം എവിടെയെങ്കിലും ഉണ്ട് കൊടുത്തുക്കണോ? നഷ്ടപ്പെട്ടവരെ ഇതുപോലെ നെഞ്ചത്ത് ചേർത്തിയ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റും? നിങ്ങളും ഈ രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാരല്ലേ? പിന്നെ എന്താണ് എല്ലാ മെഗാ പ്രോജക്റ്റും അയാളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ നമ്പർ 1 ആയിട്ട് ഇങ്ങനെ ചെയ്യും. ഇപ്പൊ ഇന്ത്യയിലെ നമ്പർ 1 രാജ്യം തന്നെ കേരളമാണ് അല്ലേ? സംസ്ഥാനം തന്നെയല്ലേ എല്ലാ കാര്യത്തിലും. സ്കൂളിൽ പഠിക്കുന്നില്ലേ? നിങ്ങളെ കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുന്നില്ലേ അല്ലേ? ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ? എന്തെല്ലാം സംഗതിക്ക് നിങ്ങൾ ഗവൺമെന്റിനെ ആശ്രയിക്കുന്നുണ്ട്. ഞാനും നിങ്ങളെ കയറ്റി അതിന്റെ എല്ലാ സംഗതികളും ഒരു ഉദാഹരണമല്ലേ ഇത് കാണുന്നത്? ഇതൊരു 7 മാസം മുമ്പ് ഈ സ്ഥലം നമ്മൾ കണ്ടതാ. നമ്മൾ വയനാട്ടുകാരനാ, നമ്മൾ കൃത്യമായിട്ട് കണ്ടത്. ഇത് തേയില എസ്റ്റേറ്റ് ആയിരുന്നു. എത്രമാത്രം പ്രതിസന്ധിയോടുകൂടിയായിരുന്നു ഇതിന്റെ സ്ഥല ഏറ്റെടുപ്പ് എന്നുള്ളവരറിയാം. ഈ വയനാട്ടിലൊരു 3 സ്ഥലം അവസാനം ലിസ്റ്റ് ചെയ്തു. നെടുങ്കരൻ എസ്റ്റേറ്റ്, പിന്നെ എർസൺ എസ്റ്റേറ്റ്, മറ്റൊരു എസ്റ്റേറ്റ് കൂടെ. സർക്കാർ അതിൻ്റെ നടപടിയായിട്ട് മുന്നോട്ട് പോയപ്പം നിയമ നടപടികൾ വന്നു, കോടതിയിൽ കേസ് വന്നു. സർക്കാർ 25 എന്തായാലും ഇന്ന് ഒരുക്കിയിരിക്കുകയാണ് വലിയ രീതിയിലേക്കുള്ള ഒരു എന്താണ് പറയാ ടൗൺഷിപ്പ് എന്ന് പറയുന്ന സാധനത്തിന്റെ വലിയ രീതിയിലേക്കുള്ള ഒരു സംഭവമായി മാറാൻ വേണ്ടി പോവാ അല്ലെ? ശരിക്കും ടൗൺഷിപ്പ് ആവാൻ വേണ്ടി പോവാണ്. വയനാട് കൽപ്പറ്റ ഭാഗത്ത് തല ഉയർത്തി നിൽക്കുന്ന രീതിയിലേക്കുള്ള ഒരു ടൗൺഷിപ്പ് ആവാൻ വേണ്ടി പോവാണ്. തീർച്ചയായിട്ടും അതെ. ഞങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. വയനാട്ടുകാർക്ക് ഒരു ആക്സിഡന്റ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ട്രോമ സെന്റർ ഇല്ലായിരുന്നു, ആശുപത്രി സംവിധാനം ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു ജനറൽ ആശുപത്രിയുടെ അനക്സ് ആയിട്ട് അതും കൂടെ ഇവിടെ കല്ലിടൽ 400 വീടുണ്ടാവുമ്പോൾ ശരിക്കും അതും കൂടെ ആവശ്യമാണെന്നുള്ള അത് CHC വേറെ ഉണ്ട്. ഇത് വയനാട്ടുകാർക്ക് ഒരു അപകടം നടന്നിട്ടുണ്ടെങ്കിൽ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലില്ല, ഒരു ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്. അതിനും കൂടെ ഇവിടെ തറക്കല്ലിടുന്നുണ്ടെന്നുള്ളത് ഒരു സന്തോഷകരമായ കാര്യമാണ്. ഉണ്ടക്കയിലെ ആളുകൾക്കൊക്കെ വലിയ സന്തോഷമാണ് എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായിട്ടും അതെ. ഇത് വയനാട്ടിൽ ഇത്തരത്തിലുള്ളൊരു സംവിധാനം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതിനെ എല്ലാ തരത്തിലും എതിർക്കാനും തടസ്സപ്പെടുത്താനും ഒരുപാട് ആളുകളുണ്ടാണ്. ഇതിൻ്റെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കാതിരിക്കുക, അത് മുഖ്യമന്ത്രി മറ്റു തരത്തിലേക്ക് വ്യാഖ്യാനിക്കുക, അങ്ങനെ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ മറികടന്നുകൊണ്ട് ഇത്ര മനോഹരമായി നല്ല രീതിയിൽ ഇങ്ങനെ സംവിധാനം ഉണ്ടാക്കിയത് വളരെയധികം. പുനരധിവാസ പദ്ധതി എന്ന് പറഞ്ഞാൽ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് ഇതിനെ കാണേണ്ടതുണ്ട്. ഇന്ത്യ രാജ്യത്ത് തന്നെ മാതൃകയാണ്. ഇതുപോലെ ഒരു സ്വപ്ന പദ്ധതി ഒരാൾക്കുമില്ല. ഇവിടെ പുനരധിവാസം എന്ന് പറയുന്നത് കോടീശ്വരന്മാരാക്കി മാറ്റിയ ഒരു സർക്കാരാണിത്. ഇത് മാതൃകാപരമാണ്. ഇതിൻ്റെ ബാക്കി പണി കൂടി പൂർത്തീകരിച്ച് ഇതിൻ്റെ ഗുണഭോക്താക്കളെ മുഴുവനും ഇതിൻ്റെ എല്ലാ ആളുകളെയും ഇവിടേക്ക് പുനരധിവസിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ അർത്ഥത്തിലും ശരിക്കും ടൗൺഷിപ്പ് എന്ന് പറയുന്നതിന് എല്ലാ അർത്ഥത്തിലുമായി എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് തന്നെയാണ് ടൗൺഷിപ്പ് എന്ന് പറയുന്നത്. ഇതിനും ഒരു മാതൃകയില്ല. മറ്റൊരു മാതൃക ഇവിടെ കേരളത്തിനോ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിനോ ഇതുപോലെയുള്ളൊരു മാതൃകയില്ല. ഇതൊരു പുതിയ പദ്ധതിയാണ്. ആ പദ്ധതി മറ്റുള്ള ആളുകൾക്കും എടുക്കാവുന്ന, കേരളമാണത് മാതൃക കാണിക്കുന്നത്. കേരളം ഒത്തൊരുമിച്ച് എല്ലാ മനുഷ്യരും ഒരുമിച്ചതിൻ്റെ ഗുണമാണ് ഇന്ന് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സന്തോഷമായൊരു നിമിഷം ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ. മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിന് ഇരയായ ആൾക്കാരുണ്ടല്ലോ, പറയുമ്പോ മനസ്സിടരുത് അല്ലേ? അതെ, പറഞ്ഞോളൂ ചേച്ചി പറയട്ടെ. ഓക്കെ ചേച്ചി പറയാം, എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട്. ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായത് കൊണ്ടാണ് ഇത്രയും വലിയൊരു ടൗൺഷിപ്പ് ഇവിടെ പുനർനിർമ്മിക്കാൻ കഴിഞ്ഞത്. വളരെ ചാരിതാർത്ഥ്യമുണ്ട്. ഇനിയും ബാക്കിയുള്ളവർക്ക് കൂടി എത്രയും പെട്ടെന്ന് ഈ വീടുകളെല്ലാം നിർമ്മിച്ച് അവരുടെ കൈകളിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ വന്നതിൽ അഭിമാനിക്കുന്നു. വളരെ സന്തോഷം. എന്താ വെച്ചാൽ ഇത്രയും ഒരു അപകടത്തിൽ നിന്ന് വീടും കാര്യങ്ങളൊക്കെ പോയവർക്ക് ഇങ്ങനെ ഒരു വീടും സംഭവം കൊടുക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം തോന്നുന്നു. അതിന് സർക്കാരിനോട് തന്നെ ആദ്യമായി നന്ദി പറയുന്നു. വളരെ വളരെ സന്തോഷമുള്ള, എല്ലാവരുടെയും മനസാക്ഷിയുള്ള മുഴുവൻ ആളുകൾക്കും സന്തോഷം പകരുന്നൊരു ദിവസമാണിത്.
ഗവൺമെൻറ് ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വലിയൊരു ടൗൺഷിപ്പ് ഇത്രയും ശാസ്ത്രീയമായി പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയെയും ഗവൺമെൻറ്റിനെ പ്രത്യേകമായി അഭിനന്ദിക്കാതെ വഴിയില്ല. ലോക മാതൃകയായി ലോകത്ത് ഇങ്ങനെ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ ഒരു ചരിത്ര മുഹൂർത്തം കൂടിയാണിത്. അതുകൊണ്ട് ഞങ്ങൾ കുറേ ദൂരം നമ്മൾ 40-60 കിലോമീറ്റർ ദൂരെ നിന്നാണ് വരുന്നത്. 100 കിലോമീറ്റർ അടുത്ത് അടുന്ന ഞങ്ങൾ 10-60 ആൾ വണ്ടി വിളിച്ച് വരുന്നത്. അപ്പോൾ ഇതൊരു മാതൃകയാണ് ലോകം മുഴുവൻ, അല്ലേ? അതെ, അതാ നിങ്ങൾ സമ്മതിക്കണം. അല്ല തീർച്ചയായും ഞാൻ സമ്മതിക്കുന്നു. ഞാൻ ചോദിക്കാം, നമ്മളൊക്കെ ഒരു സന്തോഷത്തിലാണ് നിൽക്കുന്നത്. അതെ അതെ, സന്തോഷത്തിലാണ്, നല്ല സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും. ഇവിടെ പങ്കെടുത്ത മുഴുവൻ ജനങ്ങളും ആ സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മുഴുവൻ ഇവിടെ വരുന്നത്. പാവപ്പെട്ട ആളുകളായി നിൽക്കുന്ന ആളുകൾക്ക് കൈത്താങ്ങാകുക എന്നുള്ളതാണ് സർക്കാരുകൾ ചെയ്യേണ്ട ജോലിയായി ചെയ്തിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, അത് തന്നെയാണ്, 100% അത് തന്നെയാണ് ചെയ്ത് സർക്കാർ ചെയ്ത് അത് തന്നെയാണ്. ഇത്രയും നല്ലൊരു പദ്ധതി കേരളത്തിലെ ലോകത്തിലെ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണാൻ കഴിയുന്നത്. മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ടാണ് ഇത്ര പെട്ടെന്ന് ഇത്തരത്തിലുള്ള സ്ഥലമെടുപ്പിനും അതുപോലെ വീട് നിർമ്മിക്കാനും ഈ ലോകത്തിലുള്ള മുഴുവൻ ആളുകളും ഇത് സഹായിച്ചിട്ടുണ്ട്. എന്നാൽ അതിന് നേതൃത്വപര പങ്ക് വഹിച്ചത് കേരള മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ ടീമിനും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പാർക്ക് മറ്റുള്ള സംഭവങ്ങളൊക്കെ ഒരുക്കി, ആശുപത്രി അടക്കം ഒരുക്കിയിട്ട് അത്തരം രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം ശരിക്കും എല്ലാ സർക്കാരുകളും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ നോക്കിക്കാണേണ്ടതാണ്. ലോകത്തിൽ തന്നെ നമുക്ക് ഇത്തരത്തിലൊരു ടൗൺഷിപ്പ് നമുക്ക് കാണാൻ കഴിയില്ല. എനിക്കൊന്ന് ലോക മാതൃകയാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന കുട്ടികൾക്കുള്ള പാർക്ക്, ഹോസ്പിറ്റൽ, അംഗനവാടികൾ, അതുപോലെ തന്നെ ഈ 417 വീടുകളുടെ നിർമ്മാണം. നമുക്ക് കാണാം, പാടം പോലെ നിരന്നു കിടക്കുന്ന ഈ സ്ഥലം നമുക്കറിയാം പണ്ട് എസ്റ്റേറ്റ് ആയിരുന്നു. അത് മാറ്റിയെടുത്തുകൊണ്ട് ഇത്ര ഇച്ഛാശക്തിയോടെ കേരളത്തിലെ ഗവൺമെൻറ്റും ആ ടീമും നന്നായി പ്രവർത്തിച്ചതിൻ്റെ ഭാഗമാണ് ലോകത്തിന് മാതൃക തന്നെയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വലിയ ഉത്തമ ഉദാഹരണം തന്നെയാണ് ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് ലോകത്തിന് തന്നെ മാതൃകയായിക്കൊണ്ട് ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ല ഒരു ഭരണമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദുരന്തത്തിന് ശേഷമുണ്ടായ നാളുകളിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ഒരു മാതൃകയായി തന്നെയാണ് ഈ ടൗൺഷിപ്പ് നിർമ്മിച്ചിട്ടുള്ളത്. ഇനിയും അടുത്ത തവണയും നമ്മുടെ LDF സർക്കാർ തന്നെ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഉദ്ഘാടനത്തിന് ശേഷം 2 വീട് കയറിയുണ്ട്. അതിമനോഹരമായിട്ടുള്ള വീട്, എല്ലാ സൗകര്യങ്ങളും, അതിന് ഫർണിച്ചർ കാര്യങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞു. 2 വീടുകൾ എല്ലാം പൂർണ്ണം, ഒരുപാട് സ്പേസ്, 2 റൂം, ബാത്റൂം, എല്ലാ കിച്ചണ് ഒക്കെ അതിമനോഹരമായിട്ടുള്ള. കയറി കഴിഞ്ഞാൽ അതിമനോഹരമായ വീട്, അത്രയും വൃത്തിയായിട്ടാണ് ചെയ്തത്. ഇത് ഈ സർക്കാരിൻ്റെ നേട്ടമാണ്, പിണറായി സർക്കാരിൻ്റെ നേട്ടമാണ്. ഒരു സർക്കാർ എന്ത് ചെയ്യണോ അത് ചെയ്തിരിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പൊ പോയിട്ടില്ലല്ലേ? എന്താണ് പറയാനുള്ളത്? തീർച്ചയായും ഞങ്ങൾ ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ ഇരു കൈ നീട്ടി സ്വീകരിക്കുകയാണ് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലേക്ക്. ന്യായമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഇനി എല്ലാ പിന്തുണയും നഗരസഭ അവർക്ക് വേണ്ടി കൊടുക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. വലിയ രീതിയിലേക്കുള്ള ടൗൺഷിപ്പ് എന്താണെന്നുള്ളത് ശരിക്കും തെളിയിക്കുകയാണ്. ടൗൺഷിപ്പാണിത്. അത്തരം രീതിയിലേക്കുള്ള ഫെസിലിറ്റീസ് ഒക്കെ കൊടുത്ത് നല്ല രീതിയിലേക്കാണ് ഇത് ചെയ്തിട്ടുള്ളത്. എന്താണ് ആ ഒരു കാര്യത്തെക്കുറിച്ച്? അത് നമ്മളെപ്പോഴും വലിയ രീതിയിലേക്ക് വിവാദങ്ങൾ ഉണ്ടായിരുന്നതാണ്. പാർപ്പിട സൗകര്യം മറ്റുള്ള സംഭവങ്ങളൊക്കെ വലിയ രീതിയിലേക്ക് പ്ലസ് ആയി കാണാത്ത രീതിയിലേക്ക് പോകുമെന്നല്ല. ഇപ്പം എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ആ വിവാദങ്ങളൊക്കെ മറികടന്നല്ലോ. ആ ഒരു സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ് ആ വിവാദങ്ങളൊക്കെ ഒതുങ്ങിപ്പോയത് എന്നതാണ്. ഇനിയിപ്പോൾ ഹോസ്പിറ്റൽ, അനക്സ് കെട്ടിടത്തിൻ്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റൽ ഇങ്ങോട്ട് വരും, അതുപോലെ തന്നെ GLP സ്കൂൾ വരും. അപ്പോൾ ഇനി മാർക്കറ്റുകൾ എത്തിക്കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും ഒരു ഇവിടുത്തെ ജനങ്ങൾക്ക് ഇനി പുറത്തു പോകേണ്ട ആവശ്യം വരില്ല. എല്ലാ കാര്യങ്ങൾക്കും ഇതിനകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും കിട്ടാൻ ചാൻസ് എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതാണ് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം എന്നുള്ളത്. ഞങ്ങൾ വരുന്നത് വടകരയിൽ നിന്നാണ്. ഈ ഒരു ടൗൺഷിപ്പിനെ പറ്റി ഒരുപാട് പത്രമാധ്യമങ്ങളിലൊക്കെ വളരെ മോശകരമായിട്ടുള്ള ഒരു കുപ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ ഒരു വീടിൻ്റെ ക്വാളിറ്റിയെ പറ്റിയും അതുപോലെ എല്ലാ കാര്യങ്ങളെ പറ്റിയും വളരെ മോശകരമായ ഒരു അഭിപ്രായം ചില ഭാഗത്തുനിന്ന് ഉണ്ടായി. അതിന് സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയാണ് വന്നപ്പോൾ വളരെ സന്തോഷം. എന്താ പറയുക, ഈ ഒരു എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വലിയ രീതിയിലുള്ള ഒരു കൈത്താങ്ങായി ഈ ഒരു സർക്കാർ നിന്നതിൽ വലിയ അഭിമാനം തോന്നുന്നു. ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം. വളരെ സന്തോഷം. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഇതുപോലൊരു അവർക്ക് വേണ്ടിയിട്ടൊരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം, അവരെ കൂടെ പങ്കുചേരുന്നതിലൊരു സന്തോഷം, എല്ലാം കൊണ്ടും സന്തോഷം തന്നെ. സന്തോഷം എന്ന് പറഞ്ഞാൽ ഏറ്റവും കണ്ണ് നനയ്ക്കുന്ന രൂപത്തിലാണ് ഇവിടെ നമ്മൾ കണ്ടത്. നമ്മൾ കൂടപ്പുറപ്പുകൾ തന്നെ പറയായിരുന്നു, അവരാണ് നമ്മളെ കൂടെ ഇന്നില്ലാണ്ടായത്. പക്ഷേ അവർക്ക് അതില്ലാതായാലും ആ സന്തോഷത്തിൽ ഈ ഇത്രയും ആളുകൾക്ക് സർക്കാർ പറഞ്ഞ വാക്ക് പാലിച്ചു എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ തറക്കല്ലിടുമ്പോൾ തന്നെ
ഈ പരിപാടി തുറന്നപ്പോൾ തന്നെ കുത്തിത്തിരിപ്പുമായിട്ട് പിന്നെ വലതുപക്ഷ സംഘടനകൾ, വലതുപക്ഷ രാഷ്ട്രീയക്കാർ, വലതുപക്ഷ മാധ്യമങ്ങൾ ഇവരെല്ലാം ഈ പരിപാടിനെ തകർക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്രവർത്തനം നടത്തിയിരുന്നു. പക്ഷെ അതിൽ നിന്ന് സർക്കാരിൻ്റെ ഇച്ഛാശക്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ കുടുംബങ്ങൾക്ക്, ഈ 176 കുടുംബങ്ങൾക്ക് ആദ്യ ഭാഗമായിട്ട് വീടും കൊടുത്തിട്ടുള്ളത്. രണ്ടാം ഘട്ട ഭാഗമായിട്ട് ഭൂമി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാനാകാത്തൊരു സന്തോഷം, എന്താ വാക്കുകൾ ഇങ്ങോട്ട് കിട്ടുന്നില്ല പറയാൻ. അമ്മയ്ക്ക് ഇപ്പൊ വീട് കിട്ടിയാണോ? കിട്ടിയാ അല്ലേ? എന്താണ് പറയാനുള്ളത് ഈ അവസരത്തിൽ? നമുക്ക് എല്ലാ സന്തോഷമാണ് അവർ തന്നത്, സഹായിച്ചത്, നാട്ടുകാരെല്ലാവരും സഹായിച്ചു, സന്തോഷത്തിൽ വന്നു. നമ്മൾ മുതൽ പോയതിന് നമുക്ക് ഇവിടെ ഒരു വീട് സന്തോഷത്തിൽ കിട്ടിയിട്ടുണ്ട്. അത് വളരെ സന്തോഷമാണ്. നമ്മുടെ മന്ത്രിക്ക് ഒരുപാട് താങ്ക്സ് പറയണം. കാരണം ഞങ്ങളൊരു സ്വപ്നമായിരുന്നു വീട്, ഞങ്ങൾ വീട് കെട്ടുന്ന ഞങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നില്ല. പക്ഷെ ഇത്രയും ചെയ്തു തന്നതിന് മന്ത്രിക്ക് എല്ലാവർക്കും, നാട്ടുകാരെ ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും വളരെ സന്തോഷം. മലയാളികളെല്ലാം വലിയ ഇതിലേക്ക് സന്തോഷത്തിലാണ്. ചൂരൽമല ഒന്നുമില്ലാതായവരെ ചേർത്ത് പിടിച്ചതിന്, സർക്കാർ അവരെ വീണ്ടും ചേർത്ത് പിടിച്ചതിന് നന്ദി, നമസ്കാരം.